എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രയർ സ്റ്റഡി സീരീസിൻ്റെ 8ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. പലരും ചോദിക്കാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ മറുപടി ലഭിക്കുന്നില്ല, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, പ്രാർത്ഥനയ്ക്ക് തടസ്സങ്ങളുണ്ടോ? ഉണ്ട് എന്നാണ് മറുപടി. സ്നേഹമില്ലാത്തിടത്ത് പ്രാർത്ഥന ഒരു കൂട്ടായ്മയായി മാറുന്നില്ല. ബൈബിൾ പറയുന്നത് ദൈവത്തിന് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ പ്രാർത്ഥനയുടെ മറുപടിയെ തടയാം. ബൈബിളിലെ താക്കോൽ വാക്യം എന്ന നിലയിൽ വളരെ പ്രസിദ്ധമാണ് യോഹന്നാന്റെ സുവിശേഷം 3:16. വിരോധം നിലനിൽക്കും, വിരോധമുള്ളിടത്ത് സ്നേഹം വളരില്ല, സ്നേഹമില്ലാത്തിടത്ത് പ്രാർത്ഥന യഥാർത്ഥ കൂട്ടായ്മയായി മാറുകയുമില്ല. യേശു പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. മത്തായി 6:12. ഇവിടെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ എന്നല്ല, ക്ഷമിച്ചിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് മുൻപേ ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചു, അതിനുശേഷം പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് ആ വാക്യത്തിൻ്റെ ഇടയിൽ ക്ഷമിച്ചിരിക്കുന്നു എന്ന പദം ആ മധ്യഭാഗത്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ക്ഷമ എന്നത് അനുബന്ധ വിഷയമല്ല, പ്രാർത്ഥനയിലെ അവിഭാജ്യ ഘടകമാണ്. പ്രാർത്ഥന സ്നേഹത്തിൻ്റെ ഭാഷയും ക്ഷമ അതിൻ്റെ വാതിലുമാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, കഴിയുമെങ്കിൽ നിങ്ങളിൽ ആവോളം സകല മനുഷ്യരോട് സമാധാനമായിരിപ്പിൻ. റോമാലേഖനം 13:2 വാക്യം. മത്തായി സുവിശേഷം 5:23 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അതായത് നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ നിന്റെ സഹോദരൻ നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുൻപിൽ വെച്ച് ഒന്നാമത് എന്ന് നിന്റെ സഹോദരനോട് നിരന്നു കൊള്ളുക. യഹൂദന്മാർ യാഗം കഴിച്ചിരുന്നത് ദൈവാലയത്തിലെ ഏറ്റവും വിശുദ്ധമായ ആരാധനയായിരുന്നു. യേശു പറഞ്ഞത്, നിന്റെ ഹൃദയത്തിൽ വിരോധമുണ്ടെങ്കിൽ ആദ്യം അത് പരിഹരിക്കുക, എന്നിട്ട് വന്ന് നീ യാഗം കഴിക്കുക. നിന്റെ വഴിപാടിനേക്കാളും അതുപോലെ നിന്റെ ദാനധർമ്മത്തെക്കാളും നിന്നെയും നിന്റെ ഹൃദയത്തെയുമാണ് ഞാൻ നോക്കുന്നത്. രണ്ടാമതായി, അനുസരണക്കേടും പ്രാർത്ഥനയെ തടയും. സദൃശ്യവാക്യങ്ങൾ 28:9 ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ച് കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു എന്നാണ് കാണുന്നത്. ചിലർ ദീർഘമായി പ്രാർത്ഥിക്കുകയും വചനം കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്യുന്നില്ല, അവരുടെ പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പാണ്. മൂന്നാമതായി, പാപം പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്നു. എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. സങ്കീർത്തനം 66:18. നാലാമതായി, കുടുംബ ബന്ധങ്ങൾ ശരിയല്ലെങ്കിൽ പ്രാർത്ഥനയെ തടയും. 1 Petrus 3:7 നമ്മളിങ്ങനെ വായിക്കുന്നു, ഭർത്താക്കന്മാരെ നിങ്ങൾ പ്രാർത്ഥനയെ മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീ ജനം ബലഹീനപാത്രം എന്നും അവർ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. കുടുംബ ബന്ധങ്ങളിലെ തകർച്ച പ്രാർത്ഥനയെയും അതിന് മറുപടിയെയും തടയും. ശ്രദ്ധിക്കുക, പ്രാർത്ഥന ഒരു കടമയല്ല, പ്രാർത്ഥന ഒരു ചടങ്ങുമല്ല, പ്രാർത്ഥന ഒരു ശീലവുമല്ല. നേരെ മറിച്ച് പ്രാർത്ഥന ഒരു സ്നേഹ ബന്ധമാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.